ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः। साईराम। ശ്രീ സായിരാം. ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളിൽ അഷ്ടാംഗ പ്രണാമം. ഇന്ന് വായിക്കുന്നത് ദസറ പ്രശാന്തി നിലയത്തിലെ ദസറ ആഘോഷവേളയിൽ 10/10/1970 ഭഗവാൻ ചെയ്ത പ്രഭാഷണമാണ്. സത്യസായി വാണി ശ്രീ സത്യസായി വാണി 10ാം ഭാഗത്തിൽ 29ാമത്തെ പ്രഭാഷണമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. എന്റെ അഭിപ്രായം, സംശയത്തിന്റെയും ഭയത്തിന്റെയും സമുദ്രത്തിൽ നഷ്ടമായ അർജുന വിചാരത്തെക്കുറിച്ച് കാരുണ്യാനന്ദ സംസാരിച്ചു. കർണം, റഡാർ ഇല്ലാതെ കൊടുങ്കാറ്റിൽ നഷ്ടപ്പെട്ട കപ്പൽ പോലെ നിരാശനായിരുന്നു അവനെന്ന് അദ്ദേഹം പറഞ്ഞു. യുദ്ധഭൂമിയിലെത്തിയ അർജുനൻ അകപ്പെട്ട വിഷാദയോഗം മുക്തി നേടുന്നതിനാവശ്യമായ പീഡികയാകുന്നു. ഗീതാശ്രവണത്തിനും വിഭുവിനെ വിശ്വരൂപത്തിൽ ദർശിച്ചതിനു ശേഷം അർജുനൻ തനിക്ക് വിഭ്രാന്തി മാറിയെന്ന് നഷ്ടോ മോഹ ഏറ്റുപറയുന്നുണ്ട്. വ്യാമോഹത്തിന്റെ തിരോധാനമാണ് എല്ലാവരും അർത്ഥിക്കുന്ന മുക്തി, മോക്ഷം. മോക്ഷം എന്നാൽ മോഹത്തിന്റെ ക്ഷയമാകുന്നു. യാഗം ഇന്ന് അവസാനിക്കുന്നു. എന്നാൽ ഓർമ്മിക്കുക, അത് അനുശാസിക്കുന്ന ത്യാഗം ജീവിതത്തിന്റെ ശാശ്വത പ്രചോദനമായി തുടരും. ഈ 7 ദിവസങ്ങൾ ഇവിടെ രാമായണം വായിച്ചു. രാമായണത്തിൽ നിന്നുള്ള ബോധനവും മനസ്സിൽ പതിപ്പിക്കണം. കാമം അധപ്പതനവും രാമൻ ഉയർച്ചയും ഉറപ്പാക്കുന്നു എന്നതാണ് അതിലേറ്റവും മഹത്തായ സാരം. ദശരഥൻ പത്നിയുടെ കപടതന്ത്രത്തിന് വിസമ്മതനായി തന്റെ പ്രിയപുത്രനെ രാജ്യഭ്രഷ്ടനാക്കി. രാവണന്റെ പിടിയിൽ നിന്നും വീണ്ടെടുക്കാൻ വർഷങ്ങളുടെ അന്വേഷണവും പോരാട്ടവും വേണ്ടി വന്നു. ഭാര്യയെ രാമൻ നാടുകടത്തി. കാരണം ധർമ്മം അത് ആവശ്യപ്പെടുന്നുവെന്ന് അദ്ദേഹം കരുതി. കാമം ബലഹീനമാക്കുന്നുവെന്നും ധർമ്മം ശക്തിപ്പെടുത്തുന്നുവെന്നും പാഠം രാവണൻ സ്വയം പഠിച്ചു. രാമൻ ധർമ്മസ്വരൂപമാണെന്നും അങ്ങനെ അദ്ദേഹത്തിന്റെ പദ്ധതികളെ പരാജയപ്പെടുത്താൻ ഒന്നിനും കഴിയില്ലെന്നും അവൻ മനസ്സിലാക്കി. ഈ രാജ്യത്തിന്റെയും ജനതയുടെയും സംസ്കൃതി കെട്ടിപ്പടുത്തിരിക്കുന്ന അസ്ഥിവാരങ്ങൾ ഇവയാണ്. എന്നാൽ ഇന്ന് രാഷ്ട്രത്തിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നവർ വഴികളും അണക്കെട്ടുകളും വ്യവസായശാലകളും കൃഷിയിടങ്ങളും ആസൂത്രണം ചെയ്യുകയാണ്. അവർ ആധ്യാത്മികതയുടെ പാത, സ്നേഹവും വിനയവും സേവനവും ത്യാഗവും വളർത്താവുന്ന പ്രവർത്തന രംഗത്തെ വിഗണിക്കുന്നു. അളക്കാവുന്ന, കാണാവുന്ന, മനസ്സിൽ പതിയുന്ന സ്ഥിര വിവരക്കണക്കുകൾ കണക്കാക്കാവുന്ന പുരോഗതിക്ക് അവർ പ്രാധാന്യം നൽകുന്നു. അല്ലാതെ മനുഷ്യനെ ശാന്തിയിലും സാഹോദര്യത്തിലും ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന അഗോചര പ്രചോദനങ്ങൾക്കല്ല. ബാഹ്യാകാശത്തേക്ക് ഉയർന്നു പറക്കാനും ചന്ദ്രനിൽ വരെ എത്താനും മനുഷ്യൻ ഇന്ന് പ്രാപ്തനാണ്. ആകാശവും ഭൂമിയും അവന്റെ കളിസ്ഥലമാകുന്നു. എന്നാൽ ശൂന്യാകാശത്തിലൂടെയും കടലിനടിയിലൂടെയും നീന്താനും ഭൂഖണ്ഡങ്ങളിലൂടെ ബോംബ് വർഷിക്കാനും തക്കവണ്ണം ബുദ്ധിമാനാണെങ്കിലും തന്റെ അയൽക്കാരനൊപ്പം ശാന്തിയിൽ ജീവിക്കാൻ തക്കവണ്ണം ധാർമ്മികനല്ല അവൻ. ഏതാനും കൈപ്പിടി അവന്റെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തും. ഇത്തിരി നീളം തുണി അവന്റെ നഗ്നത മറയ്ക്കും. ഏതാനും ചതുരശ്ര അടി മറവ് സൂര്യനിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നൽകാൻ മതിയാകും. എന്നാൽ ഇവയ്ക്കെല്ലാം വേണ്ടി തന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവൻ കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, എല്ലാ ഉപജാപവും ആലോചിക്കുന്നു, അസത്യത്തിൽ കൂത്താടുന്നു, നിയമം ലംഘിക്കുന്നു. അങ്ങനെ സ്വന്തം ഹൃദയത്തിലെയും സമൂഹത്തിലെയും ശാന്തിയെ തകർക്കുന്നു. വിദ്യാലയങ്ങളും കലാശാലകളും
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പെരുകും. എന്നാൽ വിദ്യാസമ്പന്നർ അവർക്കും രാജ്യത്തിനും ഭീഷണിയാകുന്നു. ആശുപത്രികളും വൈദ്യ ഗവേഷണവും ഗുളികകളും പരിഷ്കരണ നടപടികളും വർദ്ധിക്കുന്നു. എന്നാൽ ബുദ്ധിഭ്രമത്തിന്റെയും രോഗത്തിന്റെയും ശതമാനം ഏറുന്നു. എല്ലായിടത്തും ഉത്കണ്ഠയുടെ, ഭീതിയുടെ, അതൃപ്തിയുടെ, യാതനയുടെ ഇരുണ്ട മേഘങ്ങൾ ലോകത്തിലെ ധനിക രാഷ്ട്രങ്ങളെയും ദരിദ്രരാഷ്ട്രങ്ങളെയും ഒരുപോലെ അലോസരപ്പെടുത്തുന്നു. പരമാർത്ഥ ശാന്തിയുടെ അടിസ്ഥാനം വേദങ്ങൾ അനുസരിച്ചും മൈത്രിയുടെ ഗുണമത്രേ. അതായത് സൗഹാർദ്ദം, സഹാനുഭൂതി, സാനുകമ്പ. അവയെ എന്റെ മൈത്രി സ്വാമി മൈത്രി എന്നാണ് പറയുന്നത്. ത്രിത്രയങ്ങളായി പരിഗണിക്കാം. അതായത് എന്റെ വാക്ക്, എന്റെ കർമ്മം, എന്റെ ചിന്ത. വാക്കിനും കർമ്മത്തിനും ചിന്തയ്ക്കും അനുസരിച്ചായിരിക്കണം. അതായത് നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വിരോധമോ വിഭിന്നതയോ കൂടാതെ ആയിരിക്കണം. സ്നേഹത്തിന്റെയും തിരിച്ചറിവിന്റെയും അന്തരീക്ഷത്തിൽ അതാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യം. മൈത്രി, അതാണ് എൻ്റെ ത്രിത്രയം. ഈശ്വരൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. അച്ഛനും മകനും ഭർത്താവും ഭാര്യയും സുഹൃത്തും തമ്മിലുള്ള സ്നേഹം ഇന്ന് ആർട്ടിഫിഷ്യലാണ്, കൃത്രിമമാണ്. ആർട്ടിഫിഷ്യൽ, അകൃത്രിമമല്ല. മകൻ കോടതിയിൽ അച്ഛനെതിരെ വ്യവഹാരപ്പെടുന്നു. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അടുപ്പം നീണ്ടു നിൽക്കുന്നില്ല. സുഹൃത്തുക്കൾ സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രബലമാകുമ്പോൾ കലഹിക്കുന്നു. സഹോദര മനുഷ്യനെ വിശ്വസിക്കാനാവുന്നില്ല. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഭയവും സംശയവും വേട്ടയാടുന്നു. നവദമ്പതികൾ ഉദ്യാനത്തിൽ ഉലാത്തുന്നത് സങ്കല്പിക്കുക. സ്ത്രീ പാദരക്ഷ കൊണ്ട് ചവിട്ടാനിടയുള്ള ഒരു മുള്ള് പുരുഷൻ വഴിയിൽ കണ്ടെത്തുന്നു. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ബന്ധപ്പെട്ട് ഓടിച്ചെന്ന് പിടിച്ചു മാറ്റിക്കൊണ്ട് പറയുന്നു, ഈശ്വരന് നന്ദി, ഞാനിത് തക്ക സമയത്ത് കണ്ടു. 3 മാസം കഴിഞ്ഞ് അവൻ വിളിച്ചു പറയുന്നു, ഒരു മുള്ള് നേരെയുണ്ട്, അതേ ചവിട്ടരുത്. 3 മാസം കൂടി കഴിയുമ്പോൾ മുള്ളവരുടെ വഴിത്താരയിൽ കാണപ്പെടുന്നു. അവൻ അട്ടഹസിക്കുന്നു, നിനക്ക് ആ മുള്ള് കാണാൻ മേലെ? ഈ വഴി മുഴുവനും സ്വന്തം എന്ന പോലെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? അതാണ് ഏറെ മഹത്തായ ആദർശവൽക്കരിക്കുന്ന സ്നേഹത്തിന്റെ വിവരണം. ഈശ്വരൻ നിങ്ങളോട് പൊറുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഈശ്വരനോട് ആചരിക്കുന്ന സ്നേഹം അനിത്യമോ സ്വാർത്ഥ ബുദ്ധിയാർന്നതോ അല്ല. ഈശ്വരൻ ഒരിക്കലും കൈവിടിയുകയില്ല. നിങ്ങൾ ഈശ്വരന്റെ ആശ്രയം ഉപേക്ഷിക്കാനും പാടില്ല. ഇന്ന് അവസാനിക്കുന്ന യാഗം മന്ത്രങ്ങൾക്ക് നിർമുക്തമാക്കാൻ കഴിയുന്ന ഊർജസ്പന്ദനങ്ങളുടെ പ്രദർശനമായിരുന്നു. ആത്മവൈശിഷ്ട്യത്തെ പരിവർത്തനം ചെയ്യാനും പ്രാർത്ഥിക്കാനും അവനിൽ ഈശ്വരാനുഗ്രഹത്തെ ആവാഹിക്കാനും പ്രബലമായ മന്ത്രങ്ങളാണിവ. ഓം അങ്ങനെയുള്ള ഒന്നാണ്. 3 ചക്രങ്ങളുള്ള വണ്ടി പുറകിൽ നിന്നും കൈകൊണ്ടുന്തി കുട്ടികൾ നടക്കാൻ പരിശീലിക്കുന്നു. ഓം അതുപോലെ ത്രിചക്രമാർന്ന സഹായമാണ്. 3 ഏകസ്വരാക്ഷരങ്ങൾ ആ ഉ മ 3 ചക്രങ്ങളാകുന്നു. ആധ്യാത്മിക പുരോഗമനത്തിന്റെ സരണിയിൽ ഓമിന്റെ സഹായത്തോടെ സുരക്ഷിതമായും വളരെ വേഗവും നടക്കാൻ അഭ്യസിക്കുക. രാമ മറ്റൊരു മന്ത്രമാണ്. സംഖ്യാ ജ്യോതിഷപരമായി അതേ സ്പന്ദനങ്ങൾ അടങ്ങിയത്. AOUവിന് തുല്യമായി 2ന് സമാനമാകുന്നു. M 5ന് തുല്യമത്രേ. അങ്ങനെ ഓം AUM 7 ആകുന്നു. എന്നാൽ ആർ രാ എന്നുള്ളത് 2ഉം AO M 5ഉമാകുന്നു. അങ്ങനെ രാമ ശബ്ദം 7 അത്രേ. വളരെ ബീജതത്വമാർന്ന ആധ്യാത്മിക സ്വരപ്രമാണങ്ങളോട് കൂടിയ സംഖ്യ. ഓരോ വ്യക്തിയുടെയും ചുണ്ടിൽ കോഹം എന്ന ചോദ്യവുമായിട്ടാണ് ജനിക്കുന്നത്. ഓരോ നെഞ്ചിലും നിരന്തരം നിഷ്കർഷിക്കുന്നത് ഞാൻ ആരാകുന്നു എന്ന ചോദ്യമാണ്. ഉത്തരം ഓരോ ശ്വാസവും തരുന്നു. സോഹം, അവൻ ഞാനാകുന്നു. ശ്വാസം സോ എന്നും ഉച്ഛ്വാസം ഹം എന്നും അഭിമന്ത്രിക്കുന്നു. പ്രപഞ്ചത്തെ ക്രീഡാഭൂമിയായി സ്വയം ചിത്രീകരിച്ചതിൽ കളിയാടാൻ വെമ്പൽ കൊള്ളുന്ന മനസ്സ് ഈ ചോദ്യം നിസ്സാരമായി തള്ളിക്കളയുന്നു. അഹന്ത ഉത്തരം ബോധത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അങ്ങനെ ക്ഷണികാനന്ദത്തെ സാധിക്കുന്നു. നിങ്ങളുടെ പ്രാണൻ ശരിയായ ഉത്തരം തരുന്നു എന്നത് സഫലീകരിക്കുക. അവനിലെ, അതായത് അപരിമേയ ജ്ഞാനത്തിലെ ഈശ്വരനിലെ ഒരു തിരയാണ് നിങ്ങളെന്ന ബോധത്തിൽ ജീവിക്കുക. വ്യക്തിപരമായി വ്യക്തമായ അനുഭവമില്ലാതെ ഈശ്വരനിൽ വിശ്വസിക്കുകയില്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും. നല്ലത്. നിങ്ങളുടെ ജന്മതീയതി ഒരു പ്രത്യേക വർഷത്തിലൊരു പ്രത്യേക മാസമാണെന്ന് വിശ്വസിക്കുന്നു. അത് എടുക്കുന്നു. പല കാര്യങ്ങളും വിശ്വാസത്തിൽ സ്വീകരിക്കുന്നു. ജീവിതം സുഗമമായി നീങ്ങാൻ വിശ്വസിക്കേണ്ട പലതിനും വ്യക്തിപരമായ അനുഭവം ശഠിക്കുക അസാധ്യമാണ്. ഇതിനെയും വിശ്വാസത്തിൽ സ്വീകരിക്കുക. കാരണം ധാരാളം ഋഷിമാരും സന്യാസിമാരും ശാസ്ത്രജ്ഞന്മാരും ഇത് സ്വീകരിച്ച് അനുഭവിച്ചിട്ടുണ്ട്.
സത്യനിഷ്ഠയും പ്രാമാണ്യവും സംശയിക്കാത്തവരാണ് ഗുരുക്കന്മാർ. പരമാർത്ഥ സാധനയിലൂടെ ആർജിച്ച ജ്ഞാനം അവർ പഠിപ്പിക്കുന്നു, പരിശോധിക്കുന്നു, പരമ്പരയായി നൽകുന്നു. ഗൗതമ ഋഷി ഒരു ദിവസം ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ പ്രദേശത്ത് ഞെരുക്കുന്ന വരൾച്ച ശക്തമായി വരുന്നു. അത് ശമനത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല, വളരെ വേഗം വ്യാപിക്കുകയാണ്. ആശ്രമത്തിലെ കന്നുകാലികൾ വിശപ്പിലും ദാഹത്തിനും പൊറുതിമുട്ടുന്നു. വേദനയിലുള്ള ആ നിശബ്ദ മൃഗങ്ങളെ കാണാനും ശാന്തമായി എന്റെ ധർമ്മങ്ങളായ അധ്യാപനവും പഠനവും അനുഷ്ഠിക്കാനും സാധ്യമല്ല. നിങ്ങളിൽ ആരെങ്കിലും അവയെ പുറത്ത് ധാരാളം പുൽത്തകിടിയുള്ള മറ്റേതെങ്കിലും രാജ്യത്ത് കൊണ്ടുപോവുകയും ദുരിതം പോയി കഴിയുമ്പോൾ മടക്കിക്കൊണ്ടുവരികയും ചെയ്യുക. ധാരാളം ശിഷ്യർ ഈ കൃത്യത്തിൽ നടുങ്ങി. ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ അവർ തലകുനിച്ച് മറ്റുള്ളവരുടെ പുറകിൽ ഒളിച്ചു. എന്നാൽ സത്യകാമൻ ഈ അവസരത്തിൽ പൂർണ്ണ സന്തുഷ്ടനായി മുന്നോട്ട് വന്ന് കന്നുകാലികളെയും കൊണ്ടുപോകാൻ തയ്യാറായി. സഹാനുഭൂതിയോടെ അദ്ദേഹത്തിന് ചുറ്റും കൂടി നിന്നവരിൽ ഒരാളായിരുന്നില്ല സത്യകാമൻ. അവൻ തനിച്ചായിരിക്കുമെന്നും ആശ്രമങ്ങളിലെ സുഖങ്ങളിൽ നിന്ന് മാത്രമല്ല ഏറെ നാളത്തേക്ക് നല്ല ഭക്ഷണത്തിന്റെ ഉറവിടങ്ങളിൽ നിന്ന് പോലും അകലെയാകുമെന്നും അവനോട് പറഞ്ഞു. ഗുരുവിന്റെ അനുഗ്രഹം മതിയായ രക്ഷയും പോഷണവും നൽകുമെന്ന് അവൻ മറുപടി പറഞ്ഞു. അവനെ അനുഗമിക്കാനുള്ള ചില സുഹൃത്തുക്കളുടെ നിർദ്ദേശം അവൻ നിരാകരിച്ചു. കാരണം ഗുരു ആ ആവശ്യം സൂചിപ്പിച്ചിട്ടില്ല. ഇന്നായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ കൊണ്ടുപോയാൽ അവൻ ഇഷ്ടപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാനായിരുന്നു എന്ന് നിർദ്ദേശിച്ചേനെ. 500ഓളം കന്നുകാലികളുമായി യാത്രയാകുമ്പോൾ ഗുരുവിന്റെ അനുഗ്രഹത്തിനായി സത്യകാമൻ അപേക്ഷിച്ചു. അപ്പോൾ മടങ്ങി വരാമെന്ന് അവൻ അന്വേഷിക്കുകയും ഗോസമൂഹത്തിന്റെ അംഗബലം 1000 ആകുമ്പോൾ തിരിച്ചു പോരുന്നതിനെ പറ്റി ചിന്തിക്കാമെന്ന് മറുപടി ലഭിക്കുകയും ചെയ്തു. അവനവന്റെ സത്യകാമൻ എന്ന പേരിനൊക്കത്തക്കവണ്ണം ജീവിച്ചു. കന്നുകാലികളെ രമണീയ താഴ്വരയിലേക്ക് നയിച്ചവൻ അവയോടൊപ്പം താവളമടിച്ചു. അവൻ പ്രഭാത നക്ഷത്രത്തിനോടൊപ്പം ഉയർന്നെണീറ്റ് പ്രാർത്ഥനകൾ ഉരുവിട്ട് ഉദിച്ചുയരുന്ന സൂര്യന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കന്നുകാലികളെ പാലിക്കുന്നതിൽ ഒട്ടുപേക്ഷ കാണിക്കാതെ മിക്ക സമയവും ജപധ്യാനങ്ങളിൽ മുഴുകി. വീട്ടിലേക്ക് മടങ്ങാൻ അവൻ ഒരു ഉത്കണ്ഠയും പ്രദർശിപ്പിച്ചില്ല. എന്നാൽ കാലം ക്ഷമാപൂർവം സഹിച്ചു. ഇന്നായിരുന്നെങ്കിൽ ആവശ്യത്തിലധികം ഒരു ദിവസം പോലും തങ്ങാതിരിക്കാൻ അവൻ കന്നുകാലികളെ ഓരോ ദിവസവും എണ്ണി നോക്കുമായിരുന്നു. അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന കന്നുകാലികളെ വ്യാജമായി ചേർത്തോ കുറച്ചെണ്ണത്തിന്റെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും നേരത്തെ തന്നെ 1000 എണ്ണം ഉണ്ടായിരുന്നു എന്ന് കഥ പറഞ്ഞൊപ്പിച്ചോ എങ്ങനെയെങ്കിലും എണ്ണം തികയ്ക്കുമായിരുന്നു. ഒരു പ്രഭാതത്തിൽ പ്രഭാതോപചാരങ്ങൾ കഴിഞ്ഞപ്പോൾ ദേവകളുടെ നാഥനായ ഇന്ദ്രൻ അവന്റെ മുന്നിലെത്തി. കാരണം ദേവകൾ ഈ ഏകാഗിയായ ഇടയനെ നിരീക്ഷിക്കുകയായിരുന്നു. എണ്ണം 1000 തികഞ്ഞെന്നും അതുകൊണ്ട് അവന് തിരികെ മടങ്ങാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ദ്രൻ അവനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുപോകാമെന്ന് നിർദ്ദേശിച്ചു. മാർഗമധ്യേ അവർ 4 രാത്രികൾ 4 ഗ്രാമങ്ങളിലായി വിശ്രമിച്ചു. ഓരോ രാത്രിയിലും ഇന്ദ്രൻ അവനെ ഓരോ വേദം പഠിപ്പിച്ചു. അങ്ങനെ ഗുരുവിന്റെ ആശ്രമത്തിലെത്തിയപ്പോൾ സത്യകാമൻ 4 വേദങ്ങളിലും നിപുണനായി തീർന്നു. അവന്റെ മുഖം അസാധാരണ തേജസ്സിനാൽ ജ്വലിച്ചിരുന്നു. കാരണം വേദപ്രകാശം അവനിലേക്ക് പ്രദാനം ചെയ്തത് ദേവേശ്വരനിൽ കുറഞ്ഞവരാരുമല്ല. ഋഗ്വേഗം നിറയെ ജീവിത ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ഈശ്വരനോടുള്ള പ്രാർത്ഥനകളാണ്. യജുർവേദം ആരാധനയുടെ ആചാരപരവും വിവിധ വിഷയകവുമായ ഘടകങ്ങൾ വിശദീകരിക്കുന്നു. സാമവേദം സംഗീതത്തിലൂടെയും കവിതയിലൂടെയും ദേവകളെ പ്രകീർത്തിക്കുന്നു. അഥർവവേദം ശരീരത്തിന്റെ സമൂഹത്തിന്റെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്നു. നിഗൂഢ സൂത്രവാക്യങ്ങൾ തരുന്നു. അവൻ ഈ 4 വേദങ്ങളിലും പ്രവീണനായി. അതാണ് വിനയത്തിനും ആദരവിനുമുള്ള പാരിതോഷികം. ഈ ഗുണങ്ങൾ നഗരങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും വേഗം തിരോഭവിക്കുകയാണ്. കീടം ഗ്രാമങ്ങളിലെ വിളവുകൾ നശിപ്പിച്ചുകൊണ്ട് വളരെ വേഗം വ്യാപിക്കുകയാണ്. എന്നാൽ അവ ഗ്രാമീണ ജീവിതത്തിൽ സരളതയെയും വിശുദ്ധിയെയും ബാധിക്കാൻ അശക്തനാണ്. അതുകൊണ്ട് ഞാൻ ഗ്രാമങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നു. ഗ്രാമത്തിൽ ഒരുവന് വീട് തീപിടിച്ചാൽ അല്ലെങ്കിൽ കിണറിടിഞ്ഞാൽ ഓരോരുത്തരും മനുഷ്യന്റെ സഹായത്തിനെത്തും. നഗരങ്ങളിൽ അയൽവക്കത്ത് ഒരുവൻ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ വിനോദിക്കുന്നത് കാണാം. മുതിർന്നവരോട് ആദരവും ഈശ്വരനിൽ വിശ്വാസവും ഗ്രാമങ്ങളിൽ പ്രത്യക്ഷമാണ്. അവർക്ക് മാത്രമാണ് ധർമ്മത്തിന്റെ പുനഃപ്രതിഷ്ഠാപനത്തിനും ഞാൻ അവതരിച്ച കൃത്യത്തിനും സഹായിക്കാൻ കഴിയുന്നത്. ദസറ പ്രശാന്തി നിലയം 10/10/1970. സൈര. സൈര. മാഷിന്റെ അനുഭവം വരട്ടെ. അനുഭവം സൈര. ഒരു 6 അനുഭവങ്ങളാണ്. പക്ഷെ അതിനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ല. ഞാന് വളരെ ചെറുതിലെ തന്നെ, എനിക്ക് ആ വയസ്സൊന്നും ഓർമ്മയില്ല, വളരെ കൊച്ചുകുട്ടിയായിരുന്നപ്പോ എൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഒരു കലണ്ടർ കിട്ടി. പണ്ടൊക്കെ കലണ്ടറൊക്കെ വലിയ കാര്യമാണ്, അങ്ങനെയൊന്നും കിട്ടില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ ഭർത്താവ് ബാങ്കിലായിരുന്ന കാരണം ഏതോ കച്ചവടക്കാരൻ കൊടുത്തതാണ്. അപ്പൊ അതിലൊരു കലണ്ടർ എൻ്റെ വീട്ടിൽ തന്നു.
ആ കലണ്ടർ ശരിക്കും ഷിർഡി ബാബയുടെ പടമായിരുന്നു. ഞങ്ങൾക്ക് ആർക്കും അത് അറിഞ്ഞുകൂടെയായിരുന്നു ഷിർഡി ബാബയാണെന്ന്. അന്ന് കൊച്ചുകുട്ടിയായ എനിക്ക് എന്തോ ഒരു താല്പര്യം തോന്നി ഈ കലണ്ടറിനോട്. ഞാൻ അടിയിൽ ഒരു കാർബൺ പേപ്പർ വെച്ചിട്ട്, അന്ന് വളരെ കൊച്ചുകുട്ടിയാണ്, പ്രായം തന്നെ എനിക്ക് ഓർമ്മയില്ല, ഞാനതിനെ സ്കെച്ച് എടുത്തു. എന്നിട്ട് വാട്ടർ കളർ കൊണ്ട്, അന്ന് ക്യാമ്പിലിന്റെ വാട്ടർ കളറൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ പടം കളർ ചെയ്തു. ഉടുപ്പൊക്കെ വെള്ള തന്നെ, പക്ഷെ ഇരിക്കുന്ന കല്ലൊക്കെ ബ്രൗണ്, പട്ടി ബ്രൗണ്, അങ്ങനെ ഞാൻ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ പൂജാമുറി കൊണ്ടുവച്ചു. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ട് ഞാനത് ചെയ്തു എന്നുള്ളത് എനിക്കെന്തോ ഷിർഡി ബാബയായിട്ടൊരു പൂർവ്വജന്മബന്ധം കാണണം. കാരണം ആരെന്ന് പോലും അറിഞ്ഞൂടാതെ ആ പടം പൂജാമുറിയിൽ വെച്ചു എന്നുള്ളത്, ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറി വെച്ചു എന്നുള്ളത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ ആ ഒരു ബന്ധം ഞാൻ കാണുന്നു. അതിനുശേഷം ഞാൻ രാമകൃഷ്ണാശ്രമമായിട്ടൊക്കെ ബന്ധമായി. എൻ്റെ വീട്ടിൻ്റെ വളരെ അടുത്താണ് ശ്രീരാമകൃഷ്ണാശ്രമം. അപ്പൊ ധാരാളം സന്യാസിമാരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ 80s ഞാൻ വളരെ അടുത്തിട്ടായിരുന്നു ഈ രാമകൃഷ്ണാശ്രമമായിട്ട്. അപ്പോ അത് കഴിഞ്ഞ് 1992 ഏപ്രിലിലാണ് ഞാൻ ഭഗവാനുമായിട്ട് ഉള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത്. അത് തുടങ്ങാൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി മൈ ബാബ ആൻഡ് ഐ എന്ന ബുക്ക് എനിക്ക് തന്നു. അപ്പോ സ്വാമിയെ കുറിച്ച് ഞാൻ കുറെയൊക്കെ കേട്ടിട്ടുണ്ട്. പണ്ട് ഈ മലയാള നാട്ടിൽ സ്വാമിയെ പറ്റി വരുന്നതൊക്കെ വായിച്ചിട്ടുണ്ട്. ഈ A.T. കോവൂറും സ്വാമിയായിട്ടുള്ള സംവാദമൊക്കെ അറിയും. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് അത് പഠിക്കാൻ തയ്യാറായില്ല. കാരണം ഞങ്ങളുടെ ഈ രാമകൃഷ്ണ മിഷന്റെ ഒരു ടീച്ചിങ് അനുസരിച്ച് സന്യാസിമാരെയൊക്കെ സിദ്ധികൾ കാണിച്ച, യോഗികളൊക്കെ സിദ്ധികൾ കാണിച്ച അവരടുത്ത് പോകാൻ പാടില്ല എന്ന് ഭജനാമൃതത്തിൽ ശ്രീരാമകൃഷ്ണ ദേവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ ഒരു യോഗിയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ സിദ്ധികൾ ഉപയോഗിക്കുന്നത് ശരിയല്ലോ എന്നെൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം കാണിച്ചിരുന്നില്ല. ആ സമയത്താണ് എനിക്ക് ഈ ബുക്ക് എൻ്റെ കൈ വരുന്നത്. അത് ഞാൻ ആദ്യമായിട്ട് സ്വാമിയുടെ ഒരു ബുക്ക് വായിക്കുന്നത് അതാണ്, ഹിസ്ലോപ്പ് എഴുതിയ മൈ ബാബ ആൻഡ് ഐ. ആ ബുക്ക് വായിച്ചപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു. എന്തിനാണത് കരഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ എന്നെ വളരെയധികം എനിക്കൊരു ഹൃദയാനന്ദം തന്ന ഒരു ബുക്കായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇദ്ദേഹം ഈശ്വരനാണ്, എനിക്ക് എന്തായാലും ഒന്ന് കാണാൻ പോണം. ജീവിച്ചിരിക്കുന്ന ഈശ്വരനല്ലേ, അപ്പോൾ വളരെ ദൂരെയൊന്നും പോകണ്ടല്ലോ, പുട്ടപർത്തി വരെ പോയാൽ മതി. അങ്ങനെ കാണണമെന്ന് ആഗ്രഹം വന്ന സമയത്ത് എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞൂടാ എങ്ങനെ പോകേണ്ടത്, എങ്ങനെ കാണുന്നുള്ളതൊക്കെ. അപ്പൊ എൻ്റെ വീട്ടിന്റെ ശാസ്ത്രമംഗലത്താണ് എൻ്റെ വീട്, ട്രിവാൻഡ്രത്ത്. എൻ്റെ വീടിന്റെ വളരെ അടുത്താണ് ശ്രീ ആനന്ദകുമാറിന്റെ വീട്. അപ്പൊ അവിടെ ഒരു ബാനർ കണ്ടു. ഏപ്രിൽ മാസമാണത്. ഒരു 18 ദിവസത്തെ സായി ഗായത്രി യജ്ഞം നടക്കുകയാണ്. അപ്പൊ അത് കോഴിക്കോട് നിന്നുള്ള ഫൽഗുനൻ എന്ന് പറഞ്ഞ ആളൊക്കെ വന്നിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അപ്പൊ എനിക്ക് സ്വാമിയിൽ ഒരു താല്പര്യം വന്ന സമയമാണല്ലോ. ഞാൻ ആ വീട്ടിൽ, എനിക്ക് അറിഞ്ഞൊന്നും കൂടെ അവരായിരുന്നു, പക്ഷെ ഞാൻ ആ വീട്ടിലൊന്ന് ചെന്ന് അപ്പോൾ ഈ സായി ഗായത്രി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരി ഇങ്ങനെ ഇടും സായി ഗായത്രി പറഞ്ഞിട്ട്. ഞാനും അതിൽ കുറച്ചു നേരമൊക്കെ പങ്കെടുത്തു. ഞാൻ എല്ലാ ദിവസവും കുറച്ച് സമയമൊക്കെ പോയി പങ്കെടുക്കും. പക്ഷെ എന്നെ ആർക്കും അറിഞ്ഞൂടാ, ആർക്കും എന്നെ അറിഞ്ഞൂടാ. അങ്ങനെ കുറച്ചു ദിവസം പോയപ്പോൾ ഒരു അനൗൺസ്മെന്റ് കേട്ടു, ഇവിടുന്ന് സ്വാമി കൊടൈക്കനാലിൽ വരുന്നുണ്ട് വിഷുവിന്, ആ സമയത്ത് ഒരു ബസ് ഇടുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പോവാം. അപ്പൊ ഞാന് അത് അവരോട് അന്വേഷിച്ചു. അതിന്റെ ഇപ്പൊ ഒരാൾ പറഞ്ഞു അത് നിങ്ങൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാം, പക്ഷെ ഇപ്പൊ എന്തായാലും ബസ് ഫുള്ളാണ്, ക്യാൻസലേഷൻ വന്നാൽ തരാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ക്യാൻസലേഷൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഞാൻ അങ്ങനെ ബസ്സിൽ കൂടി പോവുകയാണ് അവിടെ കൊടൈക്കനാലിലെ സായി ശ്രുതിയിൽ രാവിലെ അറൗണ്ട് 7 മണിക്കൊക്കെയാണ് എത്തുന്നത്. അപ്പൊ റൂമൊന്നും എടുത്തിട്ടില്ല. എൻ്റെ ബാഗൊക്കെ ബസ്സിലാണ്, എല്ലാവരുടെ ബാഗും. ആർക്കും പോകാൻ സമയമില്ല, കാരണം ദർശന സമയമായല്ലോ. അപ്പൊ എല്ലാവരും ഗ്രൗണ്ടിൽ പോയിരുന്നു. എൻ്റെ ടേൺ വന്നപ്പോ ക്യൂ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ പറഞ്ഞു ഗ്രൗണ്ടൊക്കെ നിറഞ്ഞു. എന്നിട്ട് ആ വോളണ്ടിയർ, ആ സേവാദള് മുകളിലേക്ക് കൈ കാണിച്ചു. ഭഗവാന്റെ റെസിഡൻസിന് തൊട്ട് അടുത്ത ബിൽഡിങ്ങിൽ ആ വരാന്തയിൽ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ ദർശനത്തിന് വന്നു. അന്ന് ഉഗാദി ഡേ ആണ്. ഭഗവാന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം സുബ്രഹ്മണ്യ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭജനയാണ്. അത് തന്നെ ഞാൻ ആദ്യം കേട്ടു ഭഗവാന്റെ കയ്യിൽ നിന്ന്. അതും ഈ ശ്രീരാമന്റെ ഒരു ഭജനയും ഭഗവാൻ പാടി. അതിനുശേഷം ഞങ്ങളൊക്കെ തിരിച്ചു വന്ന് റൂമൊക്കെ എടുത്ത് താമസിച്ചു. എന്നിട്ട് വൈകുന്നേരം 3 മണിയായപ്പോൾ തിരിച്ചു വന്നു. ക്യൂ ഇതുപോലെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ എത്തിയപ്പോഴത്തേക്കും വോളണ്ടിയർ കൈ കാണിക്കുകയാണ്. ദർശൻ ഗ്രൗണ്ട് നിറഞ്ഞു. ചെറിയ ഗ്രൗണ്ടാണ് അവിടെ.
അത് നിറഞ്ഞു. ഇനി നിങ്ങൾ കഴിഞ്ഞ രാവിലെ പോയ അതേ സ്ഥലം തന്നെ, അതേ ബിൽഡിങ്, ഭഗവാന്റെ താമസിക്കുന്ന റെസിഡൻസിന്റെ തൊട്ടടുത്തുള്ള ഒരു ബിൽഡിങ് അവിടേക്ക് കാണിച്ചു. അവിടെ ഞാൻ പോയിട്ട് അതിന്റെ വരാന്തയിലിരുന്നു. എന്റെ തൊട്ട് മുമ്പിലിട്ട് റെയിലിംഗ് ഉണ്ട്. അപ്പൊ ഭഗവാൻ പുറത്തു വന്നു. താഴെ ഇറങ്ങിയിട്ട് ദർശനമൊക്കെ ഗ്രൗണ്ടിലെ ഡിവോട്ടീസിന് ദർശനമൊക്കെ കൊടുത്തു തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് സ്വാമിയുടെ റെസിഡൻസിന്റെ അകത്തേക്ക് വന്നിട്ട് ഈ ബിൽഡിങ്ങിലേക്ക് നടന്നു വരാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് ഒരു വല്ലാത്ത പരിഭ്രമം തുടങ്ങി. കാരണം എൻ്റെ മനസ്സ് ഞാൻ തെറ്റ് ചെയ്യുകയാണോ എന്നൊരു സംശയം പറയാൻ തുടങ്ങി. തെറ്റെന്താണ്? ഗുരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗുരു അന്ന് ശ്രീരാമകൃഷ്ണദേവനാണ്. എൻ്റെ ഗുരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സിദ്ധികൾ കാണിക്കുന്നവരടുത്ത് പോകരുത്. എന്നിട്ട് ഗുരുവിനെ നിന്ദിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇത് ഒരു വല്ലാത്ത ഒരു മാനസിക വിഷമമാണ് അപ്പൊ തന്നത്. ഭഗവാനാണെങ്കിൽ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്തേക്ക്. സ്വാമി എൻ്റെ തൊട്ടടുത്തെത്തിയപ്പോ സ്വാമി അതിനെനിക്കൊരു ഉത്തരം തന്നു. സ്വാമിയുടെ ഒരു മിറാക്കിൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അപ്പോഴാണ്. ഒരു ഭജന പാടിക്കൊണ്ടിരിക്കുമല്ലോ, ആ ഭജന തീർന്നിട്ട് അടുത്ത ഒരു ഭജന സ്റ്റാർട്ട് ചെയ്തു. ആ ഭജനയുടെ വരികള് രാമകൃഷ്ണ പ്രഭു സായിരാം എന്ന് തുടങ്ങുന്ന ഭജനയാണ്. ഞാനങ്ങോട്ട് എക്സൈറ്റഡ് ആയി. കാരണം എന്താണോ എൻ്റെ മനസ്സിന് സംശയം, കൃത്യം അത് ഭഗവാൻ തീർത്തു തന്നു. ശ്രീരാമകൃഷ്ണനും സായിയും വേറെയല്ല എന്നുള്ളത്. അത് എന്നിട്ട് സ്വാമി എൻ്റെ അടുത്ത് വന്നു. ഞാൻ 2 ചെറിയ പടം വാങ്ങി കൈവച്ചിരുന്നു, സ്വാമിയുടെയും ഷിർഡി ബാബയുടെയും. അതിലിങ്ങനെ തൊട്ട് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ കടന്നുപോയിട്ട് സ്വാമി തിരിച്ചു വന്ന് എൻ്റെ തൊട്ട് മുമ്പ് റെയിലിങ്സ് ആണ്, ഒരു 2 അടി കഴിഞ്ഞാൽ റെയിലിങ്സ് ആണ്. താഴെ ഗ്രൗണ്ടിൽ ഡിവോട്ടീസ് ഇരിക്കുകയാണ്. ഭഗവാൻ ഈ റെയിലിങ്സിന്റെ അടുത്ത് വന്ന് കൈ പുറകെ കെട്ടി ഡിവോട്ടീസിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത്, അയ്യോ, രാമകൃഷ്ണ മിഷന്റെ തത്വം അനുസരിച്ച് ഏത് സന്യാസിയെ കണ്ടാലും നമസ്കരിക്കണം. അപ്പൊ ഞാൻ ഭഗവാനെ നമസ്കരിച്ചില്ലല്ലോ. അപ്പോ എനിക്ക് ആദ്യം സംഘടനയെ പറ്റി അറിഞ്ഞൂടാ, റൂൾസ് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ അവിടുന്ന് എണീറ്റ് നേരെ ഒരു 3-4 അടി നടന്ന് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ അടുത്ത് പോയിട്ട് നമസ്കരിച്ചിട്ട് ഞാൻ കൂളായിട്ട് എണീറ്റ് തിരിച്ചു വന്ന് വിടിരുന്നു. ഇപ്പൊ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലെ? നമ്മൾ നടന്ന് സ്വാമിയുടെ അടുത്ത് എണീറ്റ് പോയി നമസ്കരിക്കുന്നത്. കാരണം അന്ന് റൂളൊന്നും അറിഞ്ഞിടത്തുണ്ട്, എന്തോ ഭഗവാൻ അനുവദിച്ചത്. അതാണ് എൻ്റെ ഒരു അനുഭവം. ഇതിന് ശേഷം ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ എടുക്കുകയാണ്. ഇതിനുശേഷം ഞാൻ സംഘടനയായിട്ട് അടുക്കുകയാണ്. അപ്പോൾ ആനന്ദകുമാറാണ് ഇതിന് കാരണം. ഈ സത്യസായി ട്രസ്റ്റിന്റെ അന്ന് അയാൾ നമ്മുടെ കൂടെയാണ്, വേറെ പോയിട്ടില്ല. അപ്പോൾ എന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു, നിങ്ങൾ ഒരു ബാലവികാസ് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-12 കിലോമീറ്റർ അകലെയുള്ള കരകുളം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു വിമലേന്ദ്രൻ നായർ, ഫെഡറൽ ബാങ്കിലെ ജോലിയുള്ള ഒരു വിമലേന്ദ്രൻ നായരുടെ വീട്ടിൽ ബാലവികാസ് എടുക്കാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ ഞായറാഴ്ചയും, എനിക്കന്നൊരു വെസ്പ സ്കൂട്ടറൊക്കെ ഉണ്ട്, ഞാൻ ആ സ്കൂട്ടറിൽ നേരെ ഈ കുട്ടികളുടെ അടുത്ത് പോകും. എന്തെങ്കിലും സ്വീറ്റ് എന്തെങ്കിലും വാങ്ങും. അവിടെ ചെല്ലും. 10-14 കുട്ടികൾ വരും. ഗ്രാമമാണത്. അപ്പോൾ അപ്പോഴത്തേക്ക് അവിടെ ഒരു ഭജന ഷെഡൊന്നുമില്ല. അപ്പൊ അവിടെ ഞാൻ ഉത്സാഹിച്ചിട്ട് ഒരു ചെറിയ ഭജന ഷെഡ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ആസ്ബെസ്റ്റോസ് ഒക്കെ ഇട്ട് കെട്ടി. അതിനുശേഷം അവിടെ തന്നെ എല്ലാ മാസവും ഒരു ദിവസം മെഡിക്കൽ ക്യാമ്പ് തുടങ്ങി. കാരണം ഗ്രാമമാണല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു 100 മെഡിക്കൽ ക്യാമ്പെങ്കിലും ഞാൻ നടത്തിയിരിക്കണം അവിടെ. ആ സമയത്ത് ഡോക്ടർമാരുടെയൊക്കെ അടുത്ത് പോയി എല്ലാ മാസവും ഇതിന് മുമ്പുള്ള 2 ആഴ്ച മുമ്പ് തന്നെ മരുന്ന് കളക്ഷനൊക്കെ തുടങ്ങും. അങ്ങനെ അത് അവിടെ ബാലവികാസ് തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു സ്വാമിയുടെ പ്രത്യേക അനുഗ്രഹം കിട്ടുന്നത്. അതെന്താന്ന് വെച്ചാൽ, പലയിടത്തും വിഭൂതി വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പൂജപ്പുര രാമലിംഗംപിള്ള സാറിന്റെ വീട്ടിൽ 6 അടിയോളം പൊക്കമുള്ള സ്വാമിയുടെ ഫോട്ടോയിൽ മുഖമൊഴിച്ച് ബാക്കിയുള്ളിടത്തും വിഭൂതി കണ്ടിട്ടുണ്ട്. ആ രാമലിംഗംപിള്ള സാർ ഞാനിട്ട് അടുത്ത സുഹൃത്തുക്കളായി. ഇഷ്ടംപോലെ വിഭൂതി, എനിക്ക് തോന്നുന്നു കിലോ കണക്കിന് തന്നെ ഞാൻ കഴിച്ചു കാണണം. ആ സമയത്ത് എപ്പോൾ ചെന്നാലും എനിക്ക് ഇഷ്ടംപോലെ വിഭൂതി തരുമായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ട്, ഇതൊക്കെ ശരിയാണോ? ഇങ്ങനെ വിഭൂതിയൊക്കെ വരുമോ? അങ്ങനെ ഒരു സംശയം ഉള്ളില്. അങ്ങനെ ഞാൻ ഈ ബാലവികാസ് ഗുരുവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഓണം വന്നു. അപ്പോൾ ഈ ബാലവികാസ് ഗുരുവായിട്ട് ഞാൻ വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പൂജാമുറിയുണ്ട്. അത് കൂടാതെ അവിടെ സ്വാമിയുടെ പടം വെച്ചിട്ടുണ്ട്. അത് കൂടാതെ എൻ്റെ പഠിക്കുന്ന മുറിയിൽ, എൻ്റെ റൂമിൽ ഞാൻ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ ശ്രീരാമകൃഷ്ണദേവൻ, ശാരദാദേവി, വിവേകാനന്ദ സ്വാമികൾ, പിന്നെ എനിക്ക് മന്ത്രദീക്ഷ തന്ന ഗംഭീരാനന്ദ സ്വാമിജി, പിന്നെ സത്യസായി ബാബ, ഷിർഡി സായി ബാബ. ഈ 2 പടങ്ങളും ഈ സത്യസായി ബാബയുടെ ഷിർഡി ബാബയുടെയും ഞാൻ ആദ്യം സ്വാമിയെ കണ്ട ദിവസം വാങ്ങിയ പടമാണ്. അത് വെച്ചു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും അവിടെ വിളക്ക് കത്തിക്കും. അതുപോലെ തന്നെ കുറച്ചു നേരം ധ്യാനിക്കും. പിന്നെ പ്രസാദം എന്തെങ്കിലും വയ്ക്കും, പാലോ പഴോ എന്തെങ്കിലുമൊക്കെ വയ്ക്കും. അപ്പൊ എൻ്റെ അമ്മയും അതിൽ കൂടും.
അങ്ങനെ കുറേ കാലം കടന്നുപോയി, കുറച്ച് നാൾ കടന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം ഓണത്തിന് ഈ ബാലവികാസ് കുട്ടികൾക്കൊരു കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു ചലഞ്ച് വെച്ചു അവർക്ക്. അതായത് ഓണം ഒരു 10-30 ദിവസം കഴിഞ്ഞാൽ വരും. നിങ്ങൾ എല്ലാവരും ഒരു അടുക്കള തോട്ടം ഉണ്ടാക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു കുറച്ച് സ്ഥലം തിരിച്ചിട്ട് അതിൽ പച്ചക്കറി വിത്ത് ഞങ്ങൾ തരും. ആ തോട്ടം ഞങ്ങൾ വന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഞാനും യുവനേന്ദ്രൻ നായരും, അന്ന് ഭദ്രൻ ചേട്ടനൊക്കെ ഉണ്ട് വട്ടത്തുള്ള, അയാളൊക്കെ ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അറിയാം. പിന്നെ ഒരു ശശിധരൻ, വട്ടപ്പാറ ശശിധരൻ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇൻസ്പെക്ട് ചെയ്തു. അങ്ങനെ എന്നിട്ട് ഫസ്റ്റ് 300 രൂപ, സെക്കൻഡിന് 200 രൂപ, തേർഡിന് 100 രൂപ, അങ്ങനെ പ്രൈസൊക്കെ വെച്ചിരുന്നു. ഈ ഈ പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഹരിത എന്ന് പറഞ്ഞൊരു ഹരിത സ്റ്റാൾ ഗവൺമെന്റിന്റെ അവിടെ പോയിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി വിത്തൊക്കെ വാങ്ങി. ആ ഞായറാഴ്ച ഞാൻ കരകുളത്ത് പോയപ്പോൾ ഈ വിത്തുകളൊക്കെ കൊണ്ട് വിതരണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു പ്രൈസൊക്കെ ഉണ്ട്, നല്ല ഹെൽത്തി മത്സരമായിരിക്കണം, നല്ലതിന് 300 രൂപ കിട്ടും എന്നൊക്കെ കുട്ടികളെ പറഞ്ഞു. കുട്ടികളൊക്കെ നല്ല ഉത്സാഹത്തിൽ പോയി. ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഞാൻ എൻ്റെ പഠന മുറിയിൽ കയറിയപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം എൻ്റെ പുട്ടപ്പുറത്തിൽ നിന്ന് അല്ല, അന്ന് കൊടൈക്കനാലിൽ ഞാൻ വാങ്ങിയ ഷിർഡി സായിബാബയുടെയും സത്യസായിബാബയുടെയും പടത്തിൽ നിറച്ച വിഭൂതി വന്നിരിക്കുന്നു. അത് ഞാൻ രാവിലെ പോയപ്പോ ഇല്ല. അത് സായിരാം ഭാരത ഒന്ന് ഓഫ് ചെയ്യാമോ? സായിരാം. അപ്പോ വിഭൂതി വന്നിരിക്കുന്നത് അത് എനിക്കൊരു വല്ലാത്ത ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പലയിടത്തും വിഭൂതി കണ്ടെങ്കിലും ഞാൻ പൂജിച്ച പടത്തില് വിഭൂതി അത് 2 പടത്തിലും വന്നു. ഷിർഡി സായിബാബയുടെ പടത്തിലും വന്നു, സത്യസായിബാബയുടെ പടത്തിലും വന്നു. അപ്പൊ എനിക്ക് ഇത് നൽകിയ ഭഗവാൻ ഈശ്വരനാണ് എന്നുള്ളത് അരക്കിട്ടുറപ്പിച്ച സംഭവമായി. കാരണം എനിക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് ഭഗവാന്റെ എക്സ്പീരിയൻസ് തന്നല്ലോ. എന്തെന്നില്ലാത്ത വിശ്വാസമാണ് എനിക്ക് ഭഗവാനിൽ അതേ തുടർന്നുണ്ടായത്. ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട അനുഭവം. പിന്നെ മൂന്നാമത്തെ ഒരു അനുഭവം എനിക്കുണ്ടാവുന്നത്, ഞാൻ റിസർച്ച് ചെയ്യുന്ന സമയമാണ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോഴാണ് ഈ ബാലവികാസമൊക്കെ എടുക്കുന്നത്. അപ്പൊ എൻ്റെ ഈ റിസർച്ച് ഏകദേശം തീരാറായി. അപ്പൊ ഡ്രാഫ്റ്റ് തീസിസ്, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, ഇലക്ട്രോണിക് ടൈപ്പിംഗ് ആണ്. ഞാനത് ചെയ്തിട്ട് ഒരു ബ്രൗൺ പേപ്പർ കവറിൽ അതിൻ്റെ എല്ലാ പേജുകളും കൂടെ ചേർത്ത് അതുകൊണ്ട് പുട്ടപ്പുറത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ ബാലവികാസ് കുട്ടികളെയും കൂട്ടി ഒരു ബസ് അറേഞ്ച് ചെയ്താണ് ഞങ്ങൾ പോയത്. അന്ന് സായി കുൽവന്തൊന്നുമില്ല, മണലാണ്, 90കളിലാണിത്. അപ്പോൾ അവിടെ ഈ മണലാണ്. അപ്പൊ സ്വാമി ആ സമയത്ത് 2 തവണ ദർശനം തരും രാവിലെ. ആദ്യം രാവിലെ ദർശനം തന്ന ശേഷം പിന്നെ ചിലപ്പോൾ ഇന്റർവ്യൂവിന് ആളുകളെ വിളിക്കും. ആ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെയും സ്വാമി ഭജന സമയത്ത് ഇറങ്ങി വന്ന് വീണ്ടും ഭക്തരുടെ ഇടയ്ക്ക് വരും. അപ്പോ 2 ദിവസം കഴിഞ്ഞു, ഭഗവാൻ എന്നെ നോക്കുന്നേ ഇല്ല. അപ്പൊ എനിക്ക് ആകെ വിഷമായി. ഭഗവാനെ, ഞാൻ ഈ തീസിന്റെ ഡ്രാഫ്റ്റ് തീസിസ് കൊണ്ടുവന്നിട്ട് സ്വാമി അനുഗ്രഹിച്ചില്ലെങ്കിൽ എനിക്കിത് കിട്ടൂലെന്നാണോ അതിന്റെ അർത്ഥം? ആകെ വിഷമായി. 2 ദിവസമായിട്ട് സ്വാമി നോക്കുന്നില്ല. രാവിലെ ദർശനമുണ്ട്, വൈകുന്നേരം ദർശനമുണ്ട്, രാവിലെ ദർശനമുണ്ട്, വൈകുന്നേരം ദർശനമുണ്ട്. അങ്ങനെ 3ാമത്തെ ദിവസം ഇനി പോകാനുള്ള സമയം അടുത്ത് വരുന്നു, എനിക്ക് തിരിച്ചു പോകണമല്ലോ. ആകെ ഞാൻ ഡെസ്പറേറ്റ് ആയി. എൻ്റെ അഹങ്കാരമൊക്കെ പോയി സ്വാമിയോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോ ഒരു ദിവസം രാവിലെ സ്വാമി ദർശനത്തിന് വന്നു, പക്ഷെ ആ ഭാഗത്തേക്ക് വന്നേയില്ല. അപ്പൊ പിറ്റേ ദിവസം പോണം. എനിക്ക് ആകെ ടെൻഷനായി, കരച്ചിൽ വരാൻ തുടങ്ങി. പക്ഷെ അന്നൊക്കെ സ്വാമി ഈ പറഞ്ഞ പോലെ രാവിലെ ദർശനത്തിന് കുറച്ച് പുറകെയായിരുന്നു ഞാൻ. രാവിലത്തെ ടോക്കൺ ആണല്ലോ അന്ന്. അപ്പം രാവിലെ ദർശനത്തിന് സ്വാമി വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആളുകൾ ഭക്ഷണം കഴിക്കാനൊക്കെ എണീറ്റ് പോകും. അപ്പൊ നമുക്ക് മുമ്പോട്ട് പോകാൻ അവസരം കിട്ടും. അങ്ങനെ എനിക്ക് മുമ്പത്തെ ലൈൻ കിട്ടി. സ്വാമി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഭജന തുടങ്ങിയപ്പോൾ വീണ്ടും വന്ന് എൻ്റെ കുറച്ച് അപ്പുറത്തൊക്കെ വന്നു. പക്ഷെ ഞാൻ ഇരുന്ന ഭാഗത്തെത്തിയപ്പോൾ എന്നെ ഒഴിവാക്കി പോകാൻ തുടങ്ങി. അയ്യോ, എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. ഞാൻ ഒരൊറ്റ വിളി വിളിച്ച്, സ്വാമി ഒരൊറ്റ വിളി വിളിച്ച്, ഭഗവാൻ പെട്ടെന്ന് തിരിഞ്ഞ് വളരെ വേഗത്തിൽ ഞാൻ ഇരിക്കുന്നിടത്തേക്ക് വന്നു. എന്നിട്ട് ഈ 3 പ്രാവശ്യം പറഞ്ഞു ബംഗാരു ബംഗാരു ബംഗാരു. എന്നിട്ട് ഈ ബ്രൗൺ പാക്കറ്റ് സ്വാമി തൊട്ട് അനുഗ്രഹിച്ചിട്ട് തിരിച്ചു പോയി. ഇത് പിന്നെ എനിക്ക് അവാർഡ് ചെയ്തു. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത്. അതാണ് മറ്റൊരു അനുഭവം. ഒരു 2-3 മിനിറ്റ് കൂടെ ഞാൻ 1-2 അനുഭവങ്ങൾ കൂടെ പറയാൻ എടുക്കാം, കാരണം അപ്പോഴേ അത് പൂർത്തിയാവുന്നുള്ളൂ. അപ്പോ പിന്നെ എനിക്ക് ഒരു അനുഭവം വരുന്നത് 1993 ഈസ്റ്റർ ഡേക്കാണ്. സ്വാമിയുടെ 2 പ്രാവശ്യമാണ് എനിക്ക് സ്വാമിയുടെ ഒരു വാക്ക് പറയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളത്.
അത് ഈസ്റ്റർ ദിവസം 93 സ്വാമി കൊടൈക്കനാലിലാണത്. സ്വാമി അടുത്ത് വന്നപ്പോൾ ഞാൻ സ്വാമി ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞു. ഭഗവാൻ യെസ് യെസ് എന്ന് പറഞ്ഞിട്ട് തലയിൽ കൈവച്ചു. അതും എനിക്ക് എന്തെന്നില്ലാത്ത ഒരു നിർവൃതിയാണ് തരുന്നത്. കാരണം ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചല്ലോ, ഇനി എനിക്ക് എന്ത് വേണം. അങ്ങനെ 93 ആ അനുഭവം ഉണ്ടായി. എന്നിട്ട് സ്വാമി എൻ്റെ അടുത്ത് നിന്ന് മാറിപ്പോയി. അപ്പൊ ഞാൻ ഭയങ്കര ഇമോഷണലായി പോയി, കരയാണ് ഞാൻ. അപ്പൊ പെട്ടെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്, ഓ സ്വാമി എന്റെ തൊട്ടടുത്ത ആളുടെ അടുത്ത് നിൽക്കുകയാണ്, എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് എൻ്റെ തൊട്ടടുത്ത ആളുടെ അടുത്ത് നിൽക്കുകയാണ്. എന്തോ സ്വാമി പറയാനുണ്ടോ അന്ന് ഞാൻ കേൾക്കുന്നില്ല. അപ്പോ ഞാൻ നോക്കിയപ്പോ സ്വാമിയുടെ പാദം എൻ്റെ മുമ്പ് തന്നെ കാണുകയാണ്. എന്തൊരു അവസരമാണ്. ഞാൻ അപ്പൊ തന്നെ കമിഴ്ന്ന് വീണ് ഭഗവാനെ നമസ്കരിക്കുകയും ആ പാദത്തിൽ സ്വാമി 1 മിനിറ്റോളം അവിടെ നിന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ച് സമയം തലോടി, എന്നിട്ട് സ്വാമി അങ്ങ് പോയി. അപ്പോ എൻ്റെ ഈ 2 കൈയും ഒരു കുറെ സമയത്തേക്ക് നമ്പായി പോയി. സാധാരണ ഒരു മനുഷ്യ ശരീരത്തെ സ്പർശിച്ചാൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എൻ്റെ ഈ 2 കൈയും കുറച്ചു നേരത്തേക്ക് ഈ രക്തഓട്ടം ഇല്ലാതെ നമ്പായതുപോലെ ആ സ്വാമിയുടെ ശക്തി ഒരു സാധാരണ ശരീരം അല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു നിമിഷമായിരുന്നു അത്. ഇത് എനിക്ക് പിന്നെ സ്വാമിയുടെ സംഘടന ഞാൻ സജീവമായി. എനിക്ക് ജോലി കിട്ടി, ഞാൻ കാസർഗോഡൊക്കെ വന്നു. ഞാൻ 2001 മുതൽ ഈ സത്യസായി സേവാ സംഘടനയിൽ ഓഫീസ് മെമ്പറായിട്ടൊക്കെ തുടർച്ചയായിട്ട് തന്നെ ഉണ്ട്, ഇതുവരെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ആ ആഗ്രഹം വേറൊന്നുമല്ല, എനിക്ക് ഭഗവാനോടൊപ്പം ഒരു പടം വേണം. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും രക്ഷയില്ല. കാരണം കിട്ടുന്നില്ല. സ്വാമിയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഒരു ഫോട്ടോ കിട്ടണ്ടേ, അതെങ്ങനെ കിട്ടാനാണ്? സ്വാമി വിചാരിക്കണം. അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. 2011 ജനുവരിയില് വിദ്യാജ്യോതി പ്രോഗ്രാമിന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് 2 പേരെ തെരഞ്ഞെടുത്തതിൽ ഒന്ന് ഞാനായിരുന്നു. എന്റെ കൂടെയുള്ള ആള് സെലക്ഷൻ കിട്ടിയെങ്കിലും അദ്ദേഹം വേറെന്തോ കാര്യം പറഞ്ഞു വന്നില്ല. ഞാനാണ് പോയത് കാസർഗോഡ് നിന്ന്. അന്ന് ഇവിടെ ഇതിന്റെ ഹാളിൽ വെച്ചായിരുന്നു, സായി കുൽവന്തല്ല, നമ്മുടെ ഇപ്പുറത്തുള്ള ഹാള്, പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയം. ആ 2 ദിവസം അതിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് വരുന്നത്, ഭഗവാൻ എല്ലാവർക്കും ദർശനം തരുന്നുണ്ടെന്ന് ഇതിൽ പങ്കെടുത്തവർക്ക്. അയ്യോ എന്തൊരു സന്തോഷം. അങ്ങനെ സ്വാമി ഞങ്ങളുടെ ഇടയിൽ വന്നു വീൽ ചെയറിൽ. അപ്പോൾ ഭഗവാനെ അടുത്ത് വന്നപ്പോൾ ഭഗവാനെ തൊടാനൊരു അവസരം കിട്ടി. മാത്രവുമല്ല അപ്പോൾ ഉള്ളൊരു ഫോട്ടോയും കിട്ടി. അത് പിന്നെ എനിക്ക് സ്റ്റുഡിയോയിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് ഫോട്ടോ ഞാൻ കണ്ടത്. അപ്പൊ എൻ്റെ ആഗ്രഹം സ്വാമി സാധിപ്പിച്ചു. പിന്നെ 2 മാസത്തിന് ശേഷം ഭഗവാൻ മഹാസമാധിയിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ആ ഫോട്ടോ തന്നിട്ടാണ് സ്വാമി പോയത്. അപ്പൊ ഇതാണ് എൻ്റെ ഭഗവാനുമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ. അപ്പോൾ അത് എനിക്കൊരു സമയത്തിന്റെ പരിമിതി കാരണം മുഴുവൻ പറയാൻ കഴിഞ്ഞില്ല. എന്തായാലും തലയെ കൈവച്ച് അനുഗ്രഹിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സ്വാമി അനുഗ്രഹിച്ചു, അത് തന്നു. അതുപോലെ ഫോട്ടോ സ്വാമിയോട് ഒന്നുണ്ടാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വാമി ശരണം വിടുന്നതിന് 2 മാസം മുമ്പ് അതും എനിക്ക് തന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ഭഗവാനുമായിട്ടുള്ള അനുഭവങ്ങൾ. ഇത് പറയാൻ എനിക്ക് അവസരം തന്ന സംഘടനയ്ക്ക് അങ്ങേയറ്റം നന്ദി പറയുന്നു. എൻ്റെ വാക്കുകളെല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. ജയ് സായിരാം. വളരെ നന്നായിരുന്നു മാഷ്, വെരി നൈസ്. നന്ദ ഭഗവാന്റെ പ്രസന്റേഷൻ വന്നില്ല. విశ్వమే విష్ణు స్వరూపం అనేటువంటి సత్యాన్ని తాను గుర్తించుకోలేకపోతున్నాడు. He is not able to recognize the basic fact that the universe is the manifestation of God. విశ్వమంతయును విష్ణు స్వరూపమే అని తలుచుకుంటే తప్పక నీకు విష్ణు స్వరూపం గోచరిస్తుంది. When once you know that the universe is God, you will be able to experience the divinity. భావం తత్ భవతి. నీ భావమును పురస్కరించుకొనియే నీ యొక్క దర్శనం కూడాను ఆ స్వరూపాన్ని ధరిస్తుండాలి. As is the feeling, so is the visualization of the divinity. అయితే కష్టములు, దుఃఖములు, విచారములు సంభవించినప్పుడు దాన్ని కూడా దైవ స్వరూపం ధరించడం. But is it possible to experience God in times of difficulties, troubles and anxiety? దుఃఖం కూడా దైవ స్వరూపమే. Yes, certainly it is also God's gift. విచారం కూడా దైవ స్వరూపమే. That anxiety is హింసను దైవ స్వరూపమే. That misery is divine. ఒక చిన్న ఉదాహరణము. A small example. భగవంతుడు నారాయణుడని మీరు విశ్వసించారు. You can say God is Narayana. అయితే ఆ నారాయణుడే అనేక విధములైనటువంటి యొక్క నటన చేస్తూ వస్తుంటాడు. Narayana, God acts in varied ways. హిరణ్యకశిపుని హింసించాడు, తన కుమారుడైన ప్రహ్లాదుని రక్షించాడు.
And in fact, they killed Hiranyakashipu while Prahalada was protected. ప్రహ్లాదుడు నారాయణ 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 అంటే నామచింతన చేతనే జీవిస్తున్నాడు కనుకనే అతనికి దేవుడయ్యాడు. As Prahalada spent all his time chanting his name of God, he could have his ఆ manifestation. సేమ్ నారాయణుడే ఈ యొక్క జీవితాన్ని ప్రధానంగా అందుకొని దైవత్వాన్ని విస్మరించి తాను జీవిస్తూ పోయాడు కనుకనే ఈ హిరణ్యకశిపునికి ఈ యొక్క నారాయణుడే యముడయ్యాడు. Because Hiranyakashipu considered the entire life and body identification has forgotten God, and he was killed. దేవుడు తానే యముడు తానే. He is God and he is same time destroyer. కనుక ఈ రెండు కూడాను దైవ స్వరూపములే కదా. Both are the same forms of the divine. నందానందనా శ్రీ గురు వందనా, నందానందనా శ్రీ గురు వందనా, గోవింద గోపాలన వందన గురు వందనా, గోవింద గోపాలన వందన గురు వందనా, సాయి మనమోహన జగద్గురు వందనా, సాయి మనమోహన జగద్గురు వందనా, నందానందనా శ్రీ గురు వందనా, సచ్చిదానందనా శ్రీ గురు వందనా, సచ్చిదానందనా శ్రీ గురు వందనా, నందానందనా శ్రీ గురు వందనా, గోవింద గోపాలన వందన గురు వందనా, గోవింద గోపాలన వందన గురు వందనా, సాయి మనమోహన జగద్గురు వందనా, సాయి మనమోహన జగద్గురు వందనా, నందానందనా శ్రీ గురు వందనా. സായിരാം. സായി ഉപമ ദിവ്യ ജീവിതത്തിലേക്കുള്ള പാത എങ്ങനെയാണ് തെളിഞ്ഞു വരിക? നാനാത്വത്തിലെ ഏകത്വം ദർശിക്കുന്നതിനായി സ്വീകരിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ദിവ്യ ജീവിത പാതയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. നിങ്ങൾക്ക് വെണ്ണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ പാലിൽ വെണ്ണ അടങ്ങിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. അത് തൈരാക്കി കടഞ്ഞെടുത്താൽ മാത്രമേ വെണ്ണ ലഭിക്കുകയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ചില ചിന്താധാരകളും കർമ്മമാർഗങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകം സത്യവും അസത്യവും ചേർന്ന ഒരു മിശ്രിതമാണെന്നും വാസ്തവത്തിൽ അത് മിഥ്യയാണെന്നും ഉള്ള വിശ്വാസത്തിന്റെ കാതൽ ലഭിക്കുകയുള്ളൂ. പാലിൽ നിന്നും വെണ്ണ ലഭിക്കുന്നത് പോലെ സൽചിന്തനത്തിലൂടെയും സൽപ്രവർത്തികളിലൂടെയും നിങ്ങൾക്ക് ദിവ്യപാതയിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ജയ് സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം സായിരാം.